പാപത്തിനൊരു പ്രത്യേകതയുണ്ട്. പാപത്തിന് ചില പാശങ്ങളുണ്ട്. കെട്ടാൻ കഴിയും ഒരാളെ. വേറെ ആളുടെ ട്രാക്കിൽ നമുക്ക് ഓടാൻ പാടില്ല. നമ്മുടെ വിരുത് നഷ്ടപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ പ്രൈസ് പോകും. എപ്പോഴും സന്തോഷം നമ്മുടെ മുമ്പിലാണുള്ളത്, പുറയിലല്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മൾ ഈ ക്രൂശിത പോലെ കാണുമ്പോൾ അരയിലൊരു ടവല് പോലൊരു ഇതൊക്കെ ചുറ്റിയാണ് ക്രൂശിത രൂപം. അങ്ങനെയൊന്നുമല്ല. സ്ത്രീകളും വഴിപോക്കരും എല്ലാം അതിലൂടെ പോകുമ്പോൾ അന്നത്തെ സിസ്റ്റം അനുസരിച്ച് ഒരു വസ്ത്രം പോലും ഇല്ലാതെയാണ് യേശു കർത്താവിനെ ക്രൂശിച്ചത്. വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവർക്കും സ്വാഗതം. ആർ യു റെഡി? എല്ലാ കാര്യങ്ങളൊക്കെ ഇന്ന് എടുത്തു വെക്കുക. ഇന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ്. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ആദ്യമേ പ്രാർത്ഥിക്കാം. ആദ്യത്തെ നമ്മുടെ സ്പോൺസർ പാറശാലയിൽ നിന്ന് ലിനി ആണ്. ഇന്നത്തെ കർത്താവ് ലിനിയുടെ യൂട്രസിലെ ഫൈബ്രോയിഡ് ഓപ്പറേഷൻ ഇല്ലാതെ സൗഖ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടഭാരം മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരി ലിനിഷയുടെ വിവാഹം ദൈവഹിത പ്രകാരം എത്രയും വേഗം നടക്കുവാൻ അങ്ങ് കൃപ ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടുത്ത നമ്മുടെ സ്പോൺസർ തിരുവനന്തപുരത്ത് നിന്ന് രാജനാണ്. താങ്ക് യു സോ മച്ച് രാജൻ. കർത്താവെ, ഇതുവരെ നീ നടത്തിയ എല്ലാ വഴികൾക്കായി നന്ദി. ബിൽഡിംഗ് പണി മുന്നോട്ട് പോകുവാൻ സഹായിച്ചതിന് കർത്താവെ നന്ദി പറഞ്ഞ് ഞങ്ങൾ അങ്ങേക്ക് കർത്താവെ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു കർത്താവെ. തുടർന്നുള്ള ബിൽഡിംഗ് വർക്കുകൾ തടസ്സങ്ങളൊന്നുമില്ലാതെ എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാകുവാൻ കൃപ ചെയ്യണമേ. അടുത്ത സ്പോൺസറും തിരുവനന്തപുരത്ത് തന്നെയാണ്. ഷൈൻ ജോസ് ആണ് അടുത്ത സ്പോൺസർ. താങ്ക് യു സോ മച്ച് ഷൈൻ ജോസ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് തനിക്കായി പ്രാർത്ഥിക്കുന്നു. കടഭാരം പൂർണ്ണമായിട്ടും മാറുവാൻ സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ തനിക്കുണ്ടാകേണ്ടതിനായി കർത്താവ് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു സോ മച്ച് ഓൾ സ്പോൺസേഴ്സ്. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കണം. 11-ാം അധ്യായം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു അധ്യായമാണ് 12-ാം അധ്യായം. അതിൻ്റെ ആദ്യത്തെ ചില വചനങ്ങൾ തന്നെ, ആദ്യത്തെ 3 വചനങ്ങൾ തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, എൻകറേജിങ് ആയിട്ടുള്ള 3 വചനങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ പേഴ്സണലി ഇത് ഒത്തിരി പ്രാവശ്യം വായിക്കാറുണ്ട്. ഇതിനെ ആധാരമാക്കി ഒത്തിരി പ്രാവശ്യം ഞാൻ മെസ്സേജുകൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളോടും പറഞ്ഞു കാണും. എന്നാൽ നമുക്ക് ഈ പഠനത്തോട്, ആ പഠനത്തിൽ കൂടെ തന്നെ ആ ഭാഗം നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ 11-ാം അധ്യായം മുഴുവൻ നമ്മൾ കണ്ടത് വിശ്വാസത്തിൻ്റെ പ്രാധാന്യം. ചരിത്രത്തിൽ പഴയ നിയമത്തിൽ വിശ്വാസ വീരന്മാരായി ജീവിച്ചവർ, അതിനവർക്ക് ലഭിച്ച പ്രതിഫലം, അവർക്ക് ചിലർക്കൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു, ഭയങ്കരമായ പീഡനങ്ങളിലൂടെ പോകേണ്ടി വന്നു. 12-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വായിക്കാം 1-ാം വചനം. ഭയങ്കര സന്തോഷമുള്ള വചനങ്ങളാണ് 1ഉം 2ഉം 3ഉം വചനങ്ങളൊക്കെ. ആകിയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഭയങ്കര എക്സൈറ്റിംഗ്. therefore, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ therefore കാണാറുണ്ട്. അതുകൊണ്ട്, ഏതുകൊണ്ട്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, 11-ാം അധ്യായത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഇട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് സിൻസ്
we are surrounded by such a great cloud of witnesses. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് let us throw off everything that hinders and the sin that so easily entangles, and let us run with perseverance the race marked out for us. ഇവിടെ ഈ ലെറ്റസ് നമുക്ക് പോകാം, നമുക്ക് മുന്നിലേക്ക് ഓടാം എന്ന് പറയുമ്പോൾ എഴുതുന്ന ആള് പറയുവാണ്, എഴുതുന്ന ആളും കൂടി കൂട്ടത്തിൽ കൂടുകയാണ്. നമുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഓടാം. നാം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കൂടെ നമ്മുടെ ടീമിൽ അങ്ങ് ഉൾപ്പെടുത്തുകയാണ്. നമുക്ക് ഒരുമിച്ച് ഓടാം, നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം, നമുക്ക് ഒരുമിച്ച് നോക്കാം. അപ്പോ ഇവിടെ സംഭവിക്കുന്നത് 11-ാം അധ്യായത്തിൽ ഇത്രയും വലിയൊരു കൂട്ടം ആളുകൾ വിശ്വാസത്തിന് വേണ്ടി ജീവിച്ചു. സാക്ഷികളുടെ വലിയൊരു സമൂഹം. We see the display or the demonstration of faith in their life. ഇങ്ങനെ നിൽക്കുമ്പോൾ how to apply it in our life? നമ്മുടെ ജീവിതത്തിൽ ഇനി എങ്ങനെയാണ്? ഇത്രയും വലിയ വിശ്വാസ വീരന്മാർ ചരിത്രത്തിൽ ഉള്ളപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പറയുന്നത് therefore since we are surrounded by such a great cloud of witnesses, cloud of witnesses, സാക്ഷികളുടെ വലിയൊരു സമൂഹം നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു വരുന്ന ഭാഷാശൈലി അനുസരിച്ച് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു വലിയൊരു സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിനകത്ത് ഗാലറികളിൽ വിശ്വാസ വീരന്മാർ ഗാലറികളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ ഓടുകയാണ്. ഇപ്പം നമ്മളുടെ ഓട്ടത്തിൻ്റെ സമയമാണ്. നമ്മളിങ്ങനെ ഓടുന്ന സമയത്ത് ഈ വിശ്വാസ വീരന്മാർ മുഴുവൻ ഗാലറിയിൽ ഇരുന്നുകൊണ്ട് അവർ ഓട്ടം ഓടി പൂർത്തിയാക്കി ഗാലറി കയറി ഇരിക്കുക. അവർ ഇതേ ട്രാക്കിലൂടെ അവർ ഒരിക്കലും ഓടിയതാണ്. ഓടി ഫിനിഷിംഗ് ലൈൻ ടച്ച് ചെയ്ത് അവരിപ്പോൾ നേരെ ഗാലറിയിലോട്ട് കയറി. അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഓടുകയാണ്. എല്ലാവരും ഒന്ന് ഇങ്ങനെ എടുത്തേ. നമ്മളിങ്ങനെ ഓടുകയാണ്. ഇങ്ങനെ ഓടുന്ന സമയത്ത് ഇവര് നമ്മൾ അവിടെ നിന്നുകൊണ്ട് ചിയറപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ സ്പെക്ടേറ്റേഴ്സ്, ഈ കാണികൾ, ഈ സാധാരണ പന്ത് കളിക്കാൻ വേണ്ടി ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്ന സമയത്ത് ഗാലറിയിലിരിക്കുന്ന ആരും എന്ത് ചെയ്യുന്നില്ല? ഫുട്ബോൾ കളിക്കുന്നില്ല. അവർ ജീവിതത്തിൽ ഒരിക്കലും ഒരു പന്ത് തട്ടിയിട്ടുണ്ടാവില്ല, ഒരിക്കൽ പോലും പന്ത് തട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അവരാണ് എന്ത് ചെയ്യുന്നത്? കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്. അവർക്ക് ഈ കളിയൊക്കെ ഇങ്ങനെ ഈ സ്ക്രീനിൽ കാണുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്നതല്ലാതെ അവർക്ക് ആർക്കും എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ഈ ഗാലറിയിലുള്ളവർ അങ്ങനെയല്ല. ഇവരൊരിക്കൽ ഓടി, അവർ സകലവും അനുഭവിച്ചു, എല്ലാം ചെയ്തവരാണ് കൈയടിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ മരിച്ചുപോയ ആളുകളൊക്കെ നമ്മളിപ്പോൾ എല്ലാം കാണുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു ഭാഷാശൈലിയാണ്. അതിൻ്റെ ഇംപ്രഷൻ നമ്മൾ പറയുന്നതേ ഉള്ളൂ. ഇത്രയും സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റിലും സ്റ്റേഡിയത്തിൽ ഗാലറികളിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചേ. സകല ഭാരവും, സകല ഭാരവും, മുറുകെ പറ്റുന്ന പാപവും വിട്ട്, രണ്ട് കാര്യങ്ങൾ പറയും. ലെറ്റ്സ് ത്രോ ഓഫ് എവറിത്തിങ് ദാറ്റ് ഹിൻഡേഴ്സ്. ചില ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് എവറി വെയിറ്റ് എന്ന് തന്നെയാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. സകല ഭാരവും ആൻഡ് ദ സിൻ ദാറ്റ് സോ ഈസിലി എൻടാങ്കിൾസ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന് എവറി വെയിറ്റ്, രണ്ട് എവറി സിൻ. എല്ലാ ഭാരവും എല്ലാ പാപവും. പറഞ്ഞേ. എല്ലാ ഭാരവും എല്ലാ പാപവും. എല്ലാവരും ഒന്ന് ലൈവ് ചാറ്റിലേക്ക് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് എല്ലാ ഭാരവും എല്ലാ പാപവും വിട്ട്. എവറി വെയിറ്റ് എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഇതിന്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് ഓടുന്നവർ അല്ലേ, ട്രാക്കിൽ ഓടുന്ന ഒരു ഓട്ടത്തിന്റെ കാര്യത്തെ കുറിച്ചാണ്. വിട്ട് ഓടാനല്ലോ, അതിന്റെ അർത്ഥം ഓട്ടക്കളത്തിലാണ് നമ്മൾ. ഞാൻ തുറന്ന് ചോദിക്കുകയാണ് നിങ്ങളോട്, നിങ്ങൾ തുറന്നു തന്നെ ഉത്തരം പറയണം. ഓട്ട മത്സരം എത്ര പേര് കണ്ടിട്ടുണ്ട്?
ചിലർ ഓട്ട മത്സരത്തിലൊക്കെ പങ്കെടുത്ത് കാണും, സ്കൂളിലൊക്കെ അല്ലേ, എവിടെയെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ നാട്ടിൻ പുറത്തോ എവിടെയെങ്കിലും സ്കൂളിലൊക്കെ ചെറുതായിരിക്കും എല്ലാ കുട്ടികളെയും എല്ലാവരും ഓടും. ഞാനൊക്കെ ഓടി തകർത്തത്. ഓടി 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 ഇനി ഒരിക്കലും ഓടില്ല എന്ന് തീരുമാനിച്ച ആളാണ് ഞാൻ. അപ്പോൾ ഈ ഓടുന്ന ആളുകൾ ആരെങ്കിലും ഒരു 50 കിലോഗ്രാം വെയിറ്റുള്ള ഒരു ബാക്ക് പാക്ക് പുറകിലിട്ടുകൊണ്ട് ഓടി കണ്ടിട്ടുണ്ടോ? ഒളിമ്പിക്സിലോ ഏഷ്യാഡിലോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ല, നാട്ടിൻപുറത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓടുവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരാള് ഏറ്റവും വെയിറ്റ്ലെസ് ആയി ഓടാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് ഈ ഓട്ടക്കാരുടെ ക്യാൻവസ്, അവരിടുന്ന ഷൂസ് ഉണ്ട്, ക്യാൻവസ്, ജേഴ്സി, അതുപോലെ എന്തൊക്കെയാണ് അവർ ആ സമയത്ത് അതെല്ലാം ഡിസൈൻ ചെയ്യുന്നവർ ഏറ്റവും വെയിറ്റ്ലെസ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. കാരണം അതൊരു ഹിൻഡ്രൻസ് ആവരുത്. ഒരാൾ പോലും തോളിൽ ഭയങ്കരമായ അല്ലെങ്കിൽ തലയിൽ വലിയൊരു ചുമടും ചുമന്നുകൊണ്ട് ഞാൻ 500 മീറ്റർ ഓടും, വലിയൊരു ചുമടും ചുമന്നുകൊണ്ട് ആരെങ്കിലും ഓടും? അതുകൊണ്ട് പറഞ്ഞ ഭാരം വിട്ടുകളാ, പറഞ്ഞേ ഭാരം വിട്ടുകളാ. ക്ഷമ സിസ്റ്റർ പറഞ്ഞു കൊടുക്കല്ലോ. എല്ലാ ഭാരവും വിട്ടുകളയുക. ജീവിതമാകുന്ന ഈ ഓട്ടത്തിൽ ഭാരം തലയിലോ തോളിലോ ബാക്കിലോ പുറത്തോ കെട്ടിവെച്ചുകൊണ്ട് ആരും ഓടരുത്. ഭാരമെല്ലാം എറിഞ്ഞു കളയുക. മനസ്സിലാവുന്നുണ്ടോ? ഭാരവും കൊണ്ട് ഓടരുത്, കാരണം ഫിനിഷിംഗ് ലൈനിൽ എത്തുകയില്ല. അടുത്തത് പാപം. പാപത്തിന്റെ ഒരു വിശേഷത അവിടെ പറഞ്ഞിട്ടുണ്ട്. sin that so easily entangles. മുറുകെ പറ്റുന്ന പാപം. ഇംഗ്ലീഷിന്റെ ഭാഷാ ശൈലി അനുസരിച്ച് നമ്മളെ കുരുക്കിക്കളയുന്ന പാപങ്ങൾ, എൻറ്റാങ്കിൾ ചെയ്യുന്ന, നമ്മളെ എവിടെയെങ്കിലുമൊക്കെ ബന്ധിച്ച് കളയുന്ന, കെട്ടിയിടുന്ന ഭാരങ്ങളുമായി ആരും ഈ ഓട്ടം ഓടരുത്. പാപത്തിനൊരു പ്രത്യേകതയുണ്ട്. പാപത്തിന് ചില പാശങ്ങളുണ്ട്, കെട്ടാൻ കഴിയും ഒരാളെ. എന്ന് വെച്ചാൽ കയ്യും കാലും കെട്ടുന്ന കാര്യമല്ല പറഞ്ഞത്, മനസ്സിനെ ബന്ധിക്കാം, ചിന്തകളെ തളച്ചിടാൻ കഴിയും പാപങ്ങൾക്ക്. ഏതെങ്കിലുമൊക്കെ പാപം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, ഓടാൻ സാധ്യമല്ല. ഓടുന്നവർ 2 കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് അവിടെ പറഞ്ഞു. എന്തൊക്കെയാണെന്ന്? സകല ഭാരം വിടണം, മുറുകെ പറ്റുന്ന പാപവും വിടണം. ഞാനൊരു കാര്യം എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞോട്ടെ. ഒരിക്കലും യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ കുറച്ചുകൂടി ഭാരം അങ്ങ് കൂട്ടിത്തരാം. അങ്ങനെ പറഞ്ഞില്ല, പിന്നെ എങ്ങനെയാ പറഞ്ഞു? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. ആ റിലീഫ് വരുന്നത്, ആ കംഫർട്ട് വരുന്നത് എപ്പോഴും ഭാരം പോകുമ്പോഴാണ്. അതിൻ്റെ അർത്ഥം എന്താ? യേശു പറയാണ്, I am the burden carrier. Give all your burdens over to me, my hands. Yes. I will carry your burdens. ലഗേജ് ഒക്കെ എൻ്റെ കയ്യിൽ തന്നേക്കെ, ലഗേജ് ഞാൻ എടുത്തോളാം, നീ ഫ്രീ ആയിട്ട് നടന്നോ, നീ ഫ്രീ ആയിട്ട് ഓടിക്കോ. അപ്പോൾ കർത്താവ് അവിടെ പറയുന്ന ഒരു പോർട്ടർ, റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഉള്ളൊരു പോർട്ടർ എന്ത് ചെയ്യുവാണ്? ആ പോർട്ടറാണ്. പോർട്ടറെ പോലെ നിന്നുകൊണ്ട് കർത്താവ് പറയാം, ആ വെയിറ്റ് ഒക്കെ എൻ്റെ കയ്യിൽ തന്നേക്ക്, നീ അങ്ങ് പോക്കോ. ഞാൻ ഈ അനുഭവം പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ സിസ്റ്റർ എന്നെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല, പിള്ളേർ കേട്ടാ എന്ത് പറയുന്നറിയില്ല. ഒരു ദിവസം ഒറ്റയ്ക്ക് ഞാൻ ഈ അമേരിക്കയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്ന സമയത്ത് ആദ്യം കുറേ പുസ്തകങ്ങൾ അതൊക്കെ കുറേ വെയിറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഒറ്റയ്ക്കുള്ളൂ, വേറെ ആരും കൂടെയില്ല. ആ സമയത്താണ് തടിയും പൊക്കമുള്ള ഒരു മനുഷ്യൻ, ഒരു ബ്ലാക്ക് അമേരിക്കൻ അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഐ വിൽ ഹെൽപ്പ് യു. എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ, കാരണം ഇത് ഒരു എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാൻ അടുത്ത ടെർമിനലിലേക്ക് പോകണമെങ്കിൽ വേറെ ബസ്സൊക്കെ പിടിച്ചു വേണം പോകാൻ. അപ്പോൾ ഇതുമായിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല, അടുത്ത ഫ്ലൈറ്റ് മിസ്സാകുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് ഞാൻ. ആ സമയത്താണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം ഞാനങ്ങ് ഫ്രീ ആയി നടക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പുറകിൽ നിന്ന് വിളിച്ചു, ഐ എം വർക്കിംഗ് ഫോർ യു എന്ന് പറഞ്ഞാൽ ഇത് കഴിയുമ്പോൾ കാശ് തന്നെ വന്നു. എനിക്കതറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു.
ദൂതനായിരിക്കുമോ, ഇതൊരു ഏഞ്ചൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. ഐ ആം വർക്കിംഗ് ഫോർ യു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കഴിയുമ്പോൾ കാശ് കൊടുക്കണമെന്ന്. ഏതായാലും അയാൾ അവിടെ എത്തിച്ചു തന്നു, വേണ്ടത്ര ഡോളർ അയാൾക്ക് കൊടുത്തു. പക്ഷെ കർത്താവ് ഡോളറൊന്നും മേടിക്കില്ല. കർത്താവ് പറയുന്നത് ഐ എം നോട്ട് വർക്കിംഗ് ഫോർ യു, ഐ എം ഹെൽപ്പിംഗ് യു ഔട്ട്. ഞാൻ നിന്നെ സഹായിക്കാം, ആ ഭാരം കളഞ്ഞേക്കാം. എന്നാൽ അടുത്തത് എന്താണ്? പാപം. കുരുക്കിയിടുന്ന പാപങ്ങൾ വിട്ടെങ്കിൽ മാത്രമേ ഓട്ടത്തിലേക്ക് ഓട്ടം ഓടി തീർക്കാൻ സാധിക്കൂ. ഇനി അടുത്തത് അവിടെ പറയുന്നത് ലെറ്റ്സ് റൺ വിത്ത് പെർസിവിയറൻസ് ദ റേസ് മാർക്ക്ഡ് ഔട്ട് ഫോർ us. നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇവിടെ നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഇംഗ്ലീഷിൽ കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദ റേസ് മാർക്ക്ഡ് ഔട്ട് ഫോർ us. ഓരോരുത്തർക്കും വേണ്ടി ഒരു റേസിന്റെ ട്രാക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അതിലെ ഓടിയാൽ മതി. വേറെ ആളുടെ ട്രാക്കിൽ നമുക്ക് ഓടാൻ പാടില്ല. നമ്മുടെ വിരുത് നഷ്ടപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ പ്രൈസ് പോകും. ഞാൻ എൻ്റെ ട്രാക്കിൽ നിന്ന് മാറി വേറൊരാളുടെ ട്രാക്കിൽ ഓടിയാൽ അവിടെ എത്തിയാൽ പോലും സാധനം പോയി, പ്രൈസ് പോയി. ഓരോരുത്തർക്കും വേണ്ടി ഓടുവാനുള്ള ഒരു റേസ് ട്രാക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് റൺ വിത്ത് പെർസിവിയറൻസ്. എന്താണത്? സ്ഥിരതയോടെ ഓടുക. പലപ്പോഴും ഓടുമ്പോൾ ചില ദിവസം നമുക്ക് ഓടാൻ മൂടില്ല. പിന്നെ ഞാൻ ഓടുന്നില്ല കേട്ടോ. ഇപ്പം എന്തു പറ്റി? ഞാൻ കുറെ പുറകില്ലേ. പക്ഷെ സ്ഥിരതയോടുകൂടി ഓടുകയാണെങ്കിലോ എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഒഴിവാക്കാതെ സ്ഥിരതയോടുകൂടി ഓടുകയാണെങ്കിൽ വളരെയധികം അഡ്വാൻസ് ചെയ്യാൻ കഴിയും നമുക്ക്. ഈ എബ്രാലേഖനം എഴുതുന്ന ആൾ പറയുകയാണ്, ഇത്രയും ഗാലറിയിലിരിക്കുന്ന ആളുകളെല്ലാം ഓട്ടം ഓടി പൂർത്തിയാക്കി അവർക്ക് അവരുടെ അഭിനന്ദനങ്ങൾ ലഭിച്ചു, സാക്ഷ്യം ലഭിച്ചു, കർത്താവിൽ നിന്നും അവർക്ക് കമന്റേഷൻ കിട്ടി, അഭിനന്ദനങ്ങൾ കിട്ടി, പ്രശംസ കിട്ടിയിരിക്കുകയാണ്. അവർ നമ്മളോട് ഇപ്പോൾ പറയുകയാണ്, നിങ്ങൾ സ്ഥിരതയോടുകൂടി ഓടിക്കോ. അവരും നമ്മളെ ചീറപ്പിക്കുകയാണ്. എബ്രാലേഖനം എഴുതുന്ന ആളും നമ്മളെ ചീറപ്പിക്കുകയാണ്. ഇനി ഒന്ന് രണ്ട് വചനങ്ങൾ കൂട്ടത്തിൽ തന്നോട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 20:24, Acts 20:24. However, I consider my life worth nothing to me. My only aim is to finish the race and complete the task the Lord Jesus has given me, the task of testifying to the good news of God's grace. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ഒറ്റ ലക്ഷ്യമുള്ളൂ, ഈ ഓട്ടം കൂടി പൂർത്തിയാക്കുക. അതിന് വിഘാതമായി വരുന്ന ഒന്നിനെയും മൈൻഡ് ചെയ്യാതെ ഇദ്ദേഹം ഓടുക, പൗലോസ് ഓടുകയാണ്. ആറ്റിറ്റ്യൂഡ് കണ്ടോ? 2 തിമോത്തിയോസ് 4:7, 2 Timothy chapter 4 verse number 7, I have fought the good fight, I have finished the race. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു. അപ്പോൾ ഇത് എഴുതുമ്പോൾ മരണത്തിന് അല്ലെങ്കിൽ തന്നെ കൊല്ലാൻ പോകുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പായിരിക്കും അദ്ദേഹം ഇത് എഴുതുന്നത്. ഓൾമോസ്റ്റ് റേസ് അല്ലെങ്കിൽ ആ ട്രാക്ക് ഓടി ഫിനിഷിംഗ് ലൈനിൽ എത്തി. ചില ചുവടുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ 2 തിമോത്തി എന്ന് പറയുന്നത് എഴുതുന്നത്. അദ്ദേഹം അതിനുമുമ്പ് ഓട്ടം തികയ്ക്കണം എന്നേ ഉള്ളൂ എന്ന് ആദ്യം പറഞ്ഞു. ഏകദേശം I have almost finished my race. ഇനി 1 കൊരിന്ത്യർ 9 24 മുതൽ 27 വരെ വായിക്കുമ്പോൾ 1 Corinthians chapter 9 24-27 അവിടെയും do you not know that in a race all the runners run but only one gets the prize. Run in such a way as to get the prize. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടത് തന്നെ. നിങ്ങൾക്ക് ഇതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളൂടെ നിങ്ങൾക്ക് വായിക്കാം. ഒരു ഓട്ടത്തിന്റെ ഒരു വചനം കൂടെ അതിനകത്ത്. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത് എന്ന് വെച്ചാൽ എനിക്കൊരു ഉറപ്പില്ലാത്ത രീതിയിലല്ല ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് എത്രാമത്തെ വചനം വായിച്ചേ? അത് 26. Therefore I do not run
ലൈക്ക് സമ്മൺ റണ്ണിങ് എയിംലെസ്ലി. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. ലക്ഷ്യമില്ലാത്ത രീതിയിലല്ല ഞാൻ ഓടുന്നത്. എനിക്കൊരു എയിമുണ്ട്, എനിക്കൊരു ഗോളുണ്ട്. ഐ ഹാവ് ടു ടച്ച് ദ ഫിനിഷിംഗ് ലൈൻ. അങ്ങനെ വളരെ ഇൻറ്റൻ്റ് ആയിട്ടാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ഭാഗം നിങ്ങൾക്ക് വായിക്കാം. ഇനി നമുക്ക് എബ്രായ ലേഖനം 12 ആദ്യ ഭാഗത്തേക്ക് തിരിച്ചു വന്നാൽ അവിടെ പറയുന്നത് ഫിക്സിങ് അവർ ഐസ് ഓൺ ജീസസ് ദ പയനിയർ ആൻഡ് പെർഫെക്റ്റർ ഓഫ് ഫെയ്ത്ത്. ആ ഭാഗം മലയാളത്തിൽ വായിക്കാം. 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുക. തന്റെ മുന്നിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ പറയുന്നത് ഫിക്സിങ് അവർ ഐസ് ഓൺ ജീസസ് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകൾ യേശുവിൽ ഉറപ്പിക്കണം എന്ന് വെച്ചാൽ വി ഹാവ് ടു ലോക്ക് അവർ ഐസ് ഓൺ ജീസസ്. യേശുവിൽ കണ്ണുകൾ ഒട്ടക്കി നിൽക്കണം, അവിടെ നിന്ന് മാറരുത്, പറിക്കരുത്, അവിടെ തന്നെ നോക്കിക്കൊണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഗാലറിയിലോട്ടും നോക്കണ്ടെന്ന്. ഹലോ ഹലോ ഹലോ. ഗാലറിയിൽ മൊത്തം ഹാബേൽ, ഹനോക്ക്, നോഹ മുതൽ ഇങ്ങോട്ട് ഈനോക്ക് അല്ലേ, അബ്രഹാം, മിസസ് എബ്രഹാം, പിന്നെ മോശെ, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയ എല്ലാവരും, ജോസഫ് തുടങ്ങിയ എല്ലാവരും, പിന്നെ ഇസ്രായേൽ ജനം മൊത്തം പോയത് പറയുന്നുണ്ട്. റാഹാബ് കാര്യം പറഞ്ഞു, ബാറാഖ് തുടങ്ങിയുള്ള ന്യായാധിപന്മാർ പറഞ്ഞു, പ്രവാചകന്മാർ പറഞ്ഞു. അവരെ നോക്കണ്ട. ഈ 11-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന എല്ലാ വിശ്വാസ വീരന്മാരെയും എൻകറേജ്മെന്റിന് വേണ്ടി പറഞ്ഞെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ അവരിലും ആയിരിക്കരുത്. അവരെ നോക്കരുതെന്ന് പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞത്. കാരണം അവരാരും ഇത്രയൊക്കെ ചെയ്തിട്ടും വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല. യേശുവാണ് വാഗ്ദത്തം. അവൻ്റെ ഫിനിഷ്ഡ് വർക്കാണ് നമ്മുടെ വാഗ്ദത്തം. ആ വാഗ്ദത്തം നമുക്ക് കിട്ടി. നമ്മുടെ മുമ്പേ തൊട്ടു മുമ്പേ ഓടിയത് മോശയല്ല, അബ്രഹാം അല്ല, യേശുവാണ്. അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. ഇവരെ ആരെയും നോക്കരുത്. അപ്പൊ എന്തൊക്കെ നോക്കരുത്? ഗാലറിയിൽ ഇരിക്കുന്ന ഈ സാക്ഷികളെ ആരെയും നോക്കരുത്. പിന്നെ വെയിറ്റിന്റെ കാര്യം പറഞ്ഞു, ഭാരം, ആ ഭാരം നോക്കി നിൽക്കരുത്. പിന്നെ പാപത്തിന്റെ കാര്യം പറഞ്ഞു, ആ പാപത്തിലോട്ട് നോക്കി നിൽക്കരുത്. പിന്നെ ഈ കോഴ്സ് പറഞ്ഞു, ഈ റേസ്, അവിടെയും നോക്കണ്ട, ഈ ട്രാക്കും നോക്കണ്ട. ഇനി കൂടെ ഓടുന്ന അപ്പുറത്തെ ട്രാക്കിൽ ഇപ്പുറത്തെ ട്രാക്കിലൊക്കെ ഓടുന്നവരുണ്ട്, അവരെ നോക്കണ്ട. ഈ ഇപ്പോഴത്തെ കാലത്ത് ഈ ഫിറ്റ്നസിനെ കുറിച്ച് ഭയങ്കരമായ അവയർനെസ് ഉള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചിലപ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ എല്ലാവരും ഫിറ്റ്നസ് ക്ലബിലൊക്കെ പോയി ഓടി ഒക്കെ എടുത്ത് സൂംബൊക്കെ കളിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ പലരൊക്കെ ജീവിക്കുന്നത്. പക്ഷേ ഈ ഒരു ജിംനേഷ്യത്തിൽ ചെന്ന് കഴിഞ്ഞാൽ, ഫിറ്റ്നസ് ക്ലബിൽ ചെന്ന് കഴിഞ്ഞാൽ കുറേയധികം ട്രെഡ്മില്ലുകൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്, അല്ലേ, കുറേ ട്രെഡ്മില്ലുകൾ. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, പക്ഷേ എൻ്റെ നോട്ടം എവിടെയായിരിക്കും? ഇയാൾ എത്രയല്ല ഓടുന്നത്, ഇയാളെങ്ങനെയുണ്ട്, ഇയാൾ എന്നേക്കാൾ കൂടുതൽ സ്പീഡിലാണോ ഓടുന്നത്, അയാൾ എങ്ങനെയുണ്ട്, അത് നോക്കണ്ട. നിന്റെ ഓട്ടം ഓടുക. ട്രെഡ്മില്ല് അങ്ങനെ നോക്കിയാൽ വലിയ അപകടമാണ്. ട്രെഡ്മില്ല് കൂടുതൽ നോക്കിയാൽ ചിലപ്പോ കാല് തെറ്റി ഒരു വീഴ്ച വീണാൽ ഒരു കാല് ചിലപ്പോൾ ട്രെഡ്മില്ലുമായിരിക്കും, മറ്റേ കാല് നിലത്തുമായിരിക്കും. പിന്നെ എന്തൊക്കെയാ സംഭവിക്കാൻ നമുക്ക് അറിഞ്ഞൂടാ. ജീവിതമാകുന്ന ഒട്ട കളത്തിലും അടുത്ത ആളെ അല്ല നോക്കി ഓടേണ്ടത്, മുന്നമേ ഓടി പൂർത്തിയാക്കി അബ്രഹാമിനെ നോക്കുക. മുന്നമേ ഓട്ടമോടി തീർത്ത ഹനോക്കിനെ നോക്കുക. മോശയെ നോക്കുക. നോ. സാറാമച്ചിയെ നോക്കുക. ആരെയും നോക്കരുത്, യേശുവിനെ നോക്കുക. അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. അവനെ നോക്കിയാൽ മതി. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും, പയനിയർ ആൻഡ് പെർഫെക്റ്റർ, അല്ലെങ്കിൽ ബിഗിനിങ് ആൻഡ് എൻഡ് എന്ന് വെച്ച് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം. ഈ ഒരു വെടി പൊട്ടുമ്പോഴാണ് പല സ്ഥലത്തും പൊട്ടുന്നത്. ആരംഭ വെടി പൊട്ടുമ്പോൾ, ഒരു സിഗ്നൽ വരുമ്പോൾ, ഗ്രീൻ ലൈറ്റ് തെളിയുമ്പോൾ, ആ തുടക്കത്തിൽ യേശു ഉണ്ടായിരുന്നു. ഫിനിഷിംഗ് ലൈനിൽ യേശു പോയി നിൽക്കുന്നുണ്ട്. ഇടയ്ക്കുള്ള ഓട്ടത്തിലും അവൻ കൂടെ ഉണ്ട്. ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല, ഒരുമിച്ച് അവനും ഉണ്ട്.
അവനെ നോക്കുക. മുമ്പിൽ അവനുണ്ട്, പുറകിലുണ്ട്, ഫിനിഷിംഗ് ലൈനിൽ ഇപ്പോണ്ട്, എവിടെയുണ്ട് യേശു? അവനെ നോക്കി ഓടുക. അടുത്ത വചനം വായിക്കാമോ? തന്റെ മുന്നിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്യും. ഇത് എനിക്ക് ഒത്തിരി പ്രസംഗിക്കാനുണ്ട്, സമയവുമില്ല. അതുകൊണ്ട് വെറുതെ അങ്ങ് പറഞ്ഞുകൂടാ, അത്രേ നടക്കൂ. എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രസംഗിക്കാം. ഫോർ ദ ജോയ് സെറ്റ് ബിഫോർ ഹിം, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തിട്ട് അവൻ എന്ത് ചെയ്തു? ക്രൂശിനെ സഹിച്ചു, അപമാനം അലക്ഷ്യമാക്കി ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത്. ഇത് ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യം. എപ്പോഴും സന്തോഷം നമ്മുടെ മുമ്പിലാണുള്ളത്, പുറകിലല്ല. ഗുഡ് ഓൾ ഡേയ്സ് നോ, ആ നല്ല നാളുകൾ നോ, മുമ്പിലാ സന്തോഷം. ഇപ്പോൾ ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചതിനേക്കാൾ വലുത് നമ്മുടെ മുമ്പിൽ കർത്താവ് വെച്ചിട്ടൊരു ഹല്ലേലൂയ പറയാം. നമ്മുടെ മുമ്പിലായിരിക്കുന്നത് വലിയൊരു സന്തോഷം. എങ്ങനെ? ഓട്ടം ഓടി തികച്ച് കഴിയുമ്പോൾ പിതാവിന്റെ ഭവനത്തിൽ ഇരിക്കുന്നത് വലിയ സന്തോഷമാണ്. ദ ഫാദേഴ്സ് ജോയ് അവിടെ ഇരിപ്പുണ്ട്. അത് ഓർത്തിട്ടാണ് യേശു കർത്താവ് ക്രൂശിനെ സഹിച്ച് അപമാനം അലക്ഷ്യമാക്കിയത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 19 മുതൽ 22 വരെ വായിക്കുമ്പോൾ യേശു കർത്താവ് ഒരു ചെറിയ കാര്യം പറഞ്ഞു. ഒരു സ്ത്രീ പ്രസവവേദന ഉള്ളപ്പോൾ ആ സ്ത്രീ ആ പ്രസവവേദനയിലൂടെ ഭയങ്കരമായതിലൂടെ പോകുമെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ സന്തോഷം, പല സ്ത്രീകളും ആ പ്രസവവേദനയിലൂടെ പോകുവാൻ തയ്യാറാകുന്നത് ഒരു കുഞ്ഞിനെ കിട്ടുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ്. ഇത് തന്നെയാണ് യേശുവിൻ ചെയ്തത്. തൻ്റെ മുമ്പിൽ ഒരു വലിയ സന്തോഷം. അത് ഓർത്തിട്ട് തൻ്റെ അപമാനം എന്ന് പറഞ്ഞാൽ അതിക്രൂരമായ അപമാനത്തിലൂടെയാണ് യേശു പോയത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മൾ ഈ ക്രൂശിത രൂപം കാണുമ്പോൾ അരയിലൊരു ടവല് പോലൊരു ഇതൊക്കെ ചുറ്റിയാണ് ക്രൂശിത രൂപം. നമ്മൾ അങ്ങനെയൊന്നുമല്ല. സ്ത്രീകളും വഴിപോക്കരും എല്ലാം അതിലൂടെ പോകുമ്പോൾ അന്നത്തെ സിസ്റ്റം അനുസരിച്ച് ഒരു വസ്ത്രം പോലും ഇല്ലാതെയാണ് യേശു കർത്താവിനെ ക്രൂശിച്ചത്. അതുകൂടാതെയുള്ള നിരവധി അപമാനങ്ങൾ ഇതെല്ലാം അവൻ സഹിച്ചു. എന്നിട്ട് പറയുന്നത്, കൺസിഡർ ഹിം ഹു എൻജോർഡ് സച്ച് ഓപ്പോസിഷൻ ഫ്രം സിന്നേഴ്സ് സോ ദാറ്റ് യു വിൽ നോട്ട് ഗ്രോ വീറി ആൻഡ് ലൂസ് ഹാർട്ട്. 3-ാമത്തെ വചനം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. എപ്പോഴെങ്കിലും ക്ഷീണമോ മടുപ്പോ വന്നാൽ യേശുവിനെ ധ്യാനിക്കുക. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് തന്ന വചനത്തിനായി നന്ദി പറയുന്നു. ഇത് കേട്ടെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. ഈ രക്തക്കുഴലുകൾ ചുരുങ്ങുന്ന രോഗമുള്ള ആരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട്. ഏത് രോഗമായിരുന്നാലും കൈനീട്ടി ഇപ്പോൾ ആ വിടുതൽ സ്വീകരിക്കുക. കർത്താവെ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ദൈവം അനുവദിച്ചാൽ ഇന്ന് രാത്രിയിൽ ബ്ലെസ്സിംഗ് ടുഡേ ചാനൽ ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. ആർക്കും ഇത് മിസ്സാകരുത്. മാത്രമല്ല, ഹോളി സ്പിരിറ്റ് സിനഡ് നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ ശക്തന്മാരായ അഭിഷിക്തന്മാർ ശുശ്രൂഷിക്കുന്നു. ഒരു സെഷൻ പോലും മിസ്സാകരുത്. നേരിൽ വന്ന് സംബന്ധിക്കാൻ കഴിയുന്ന എല്ലാവരും തന്നെ ഇത് നഷ്ടമാക്കരുത്. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു അഗൈൻ. ബൈ.